എല്ലാവർക്കും ബിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മസാല ഇഡലി ഉണ്ടാക്കി അവർക്ക് ടിഫിൻ കൊടുക്കാനുണ്ടാക്കണം. അപ്പോൾ ഇഡലിയൊക്കെ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ അവർക്കുള്ള ടിഫിനുള്ള മസാല ഇഡലിയാണ് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത്. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇഡലി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് മസാല ഇഡലി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അവരുടെ ടിഫിനുള്ളതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഇന്നലത്തെ ഇത്തിരി മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അത് ആദ്യം അങ്ങ് തിളപ്പിച്ച് വെച്ചു. അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചു. പിന്നെ കുപ്പികളിലെല്ലാം എല്ലാവരുടെയും ബോട്ടിലിൽ വെള്ളം നിറച്ചതിന് ശേഷം പിന്നെ ക്യാൻ ഇന്നൊന്ന് കഴുകിയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ കുടിക്കാൻ വെള്ളം തിളപ്പിക്കാനായിട്ടൂടെ വെച്ചിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം വെച്ചിട്ട് ഞാൻ പിന്നെ കാബേജ് എടുത്ത് തോരൻ വയ്ക്കാനായിട്ട് കാബേജും ക്യാരറ്റും കൂടെ, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അകത്ത് പോയിരുന്നു ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കിട്ടും. അപ്പോൾ ഞാൻ കാബേജൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തോരൻ വയ്ക്കാനായിട്ട് ഓയിലൊഴിച്ച് കടുകിട്ട് ഇത്തിരി ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ആ ഉഴുന്ന് പരിപ്പ് ചേർക്കുമ്പോൾ നല്ലൊരു മണവും പപ്പടത്തിൻ്റേതായ ഒരു മണമൊക്കെ ആ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, സവാള, പച്ചമുളക് ഇതെല്ലാം ഇട്ട് അതൊന്ന് വാടി വന്നോണേ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടിട്ട് ഞാൻ ഈ അരിഞ്ഞ കാബേജും ക്യാരറ്റും ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതവിടെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആദ്യം ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ തീ കുറച്ച് ഞാനവിടെ അടച്ചിടുകയും. അപ്പോൾ കുറച്ച് മിക്സ് വെജിറ്റബിൾ, അതായത് ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, ഉരുളൻകിഴങ്ങ് എന്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നോ അതെല്ലാം എടുത്തൊന്ന് അരിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്തിരി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതാദ്യം ഒന്ന് ഉപ്പി പറ്റിക്കും, അതായത് കുറച്ചൊന്ന് വേവിച്ചെടുക്കും. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതിയേ, കാരണം പച്ചക്കറിയിൽ നിന്നൂടെ വെള്ളം ഇറങ്ങും. കുറച്ച് നേരം ഞാനിത് അടച്ച് വേവിച്ചു. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി വന്നോണ്ടേ ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് ഇച്ചിരി കടുകിട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടിയും ഇച്ചിരി മുളക് എല്ലാം ഇച്ചിണീച്ച പേരിന് വേണ്ടി മതി, ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് ഈ വേവിച്ച പച്ചക്കറികളോട് ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതൊന്ന് മുരിഞ്ഞ് വഴന്ന് വരണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എല്ലാം കൂടെ മിക്സായിട്ട് ഉണ്ടാക്കുമ്പം. ആ ബീട്രൂട്ട് ചേർത്തത് കൊണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ടുള്ള ബാക്കി പച്ചക്കറികളിലും ആ കളർ അങ്ങ് പിടിച്ച്, അപ്പം മെഴുക്ക് പുരട്ടി കാണാൻ ഒരു അടിപൊളി ലുക്കുണ്ട്. അപ്പം ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയാൽ മതിയേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ, ആ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.